ോടൊന്ന് ബന്ധപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കറിയില്ല കേട്ടോ, ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയണം. ഞാൻ പറയുന്നതാണ് ശരി എന്ന് ഞാൻ സ്ഥാപിക്കാൻ ഞാൻ ആരുമല്ല. ഓരോരുത്തരും മനസ്സിലാക്കുന്ന രീതി, ഞാൻ മനസ്സിലാക്കുന്ന രീതി ഇങ്ങനെയാണ്. അപ്പൊ രാമേട്ടൻ പറഞ്ഞു നമുക്ക് ഇതായാലോ എന്ന് പറഞ്ഞിട്ട്, ഐക്യം എന്നുവെച്ചാൽ ഇതില് ആ ഒരു വിഷയം കൂടി വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഒന്നാം പാരമ്പര്യത്തിനെയും കൂടി ആസ്പദമാക്കിയിട്ടുള്ള ഒരു വിഷയമാണ്. ഞാൻ ശ്രമിക്കാം, ഞാൻ മനസ്സിലാക്കിയത് ശ്രമിക്കാം. ഞാൻ കുറച്ച് വായിക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ എനിക്ക് പറ്റിയില്ല. എന്തായാലും എനിക്ക് ഇവിടെ ഒരേ ഒരു കോൺഫിഡൻസ് എനിക്കുള്ളൂ. ഞാൻ 20 കൊല്ലമായി ആൽക്കഹോളിക്സ് അനോണിമസിൽ ഉള്ള സന്ദേശങ്ങൾ കേട്ടുകൊണ്ടും തുടർച്ചയായിട്ടുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടും ആൽക്കഹോളിക്സ് അനോണിമസിൽ കിട്ടുന്ന അനുഭവത്തിലൂടെ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് ആ ഒരു എനിക്ക് കിട്ടിയതിന്റെ ഒരു കോൺഫിഡൻസിനെ ആസ്പദമാക്കി ഞാൻ ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും എനിക്കൊരു ഷെയറിങ്ങിന്റെ ഒരു അവസരം ലഭിച്ചതിന് ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു. എന്തുകൊണ്ട് വെച്ചാൽ ഇതാണ് എന്നെ പിടിച്ചു നിർത്തുന്നത്. ഈ പരിപാടിയിൽ എന്നെ പിടിച്ചു നിർത്തുന്നതും 24 മണിക്കൂറും കുടിച്ചുകൊണ്ടിരുന്ന ഞാൻ, അല്ലെങ്കിൽ കുടിക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച ഞാൻ, ഇത്രയും കാലമായിട്ട് കുടിക്കാതിരിക്കാൻ സാധിക്കുന്നതൊക്കെ തീർച്ചയായിട്ടും അത്ഭുതമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതം തന്നെയാണ്. എന്ന് വെച്ചാല് എനിക്കറിയാം ഞാൻ എത്രത്തോളം കുടിക്കാതിരിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പൊ അതൊരു വലിയ പൊങ്ങച്ചത്തിന് വേണ്ടി പറയല്ല. എന്ന് വെച്ചാല് ചിലപ്പോ ഇത് ഇത്ര വലിയ അത്ഭുതമാണോ എന്നൊക്കെ ചിലപ്പോ ഒരുപക്ഷെ ആരെങ്കിലൊക്കെ ചിന്തിച്ചേക്കാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതം തന്നെയാണ്. കുടിച്ചു മരിക്കണം എന്ന് തീരുമാനിച്ച ഒരാൾക്ക് കുടിക്കാതിരിക്കാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ അത്രയ്ക്ക് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ മരിക്കാൻ പോലും തയ്യാറായ ആളാണ്. കുടിച്ചു മരിക്കാൻ പോലും തയ്യാറായ ആളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്രയും കാലം കുടിക്കാതിരിക്കാൻ സാധിക്കുന്നത്. ഏതായാലും അങ്ങനെയുള്ള ഒരു ഞാനാണ് ഇന്ന് സേവനം ഐക്യത്തിലൂടെ എന്നുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാൻ എന്നിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുന്നത് പോലെ തന്നെ ഞാനും വിചാരിച്ചു ഒരു സർവ്വസാധാരണമായിട്ടുള്ള ഒരു സംഭവമായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. അതായത് കുറച്ചു കാലം സേവനം ഒന്നും എൻ്റെ ഇറ്റ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതൊന്നും എൻ്റെ ഒരു ഇതിൽ വരുന്നില്ല, എൻ്റെ ഒരു കാര്യത്തിൽ വരും. ഞാൻ എന്ത് സേവനം, മാത്രമല്ല സേവനം അഥവാ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ തന്നെ ഒരു അലിബൈ എന്ന് ഇംഗ്ലീഷിൽ പറയും, എക്സ്ക്യൂസ് ആക്കി ഞാൻ ഇത് ചെയ്യുന്നില്ലേ. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് തന്നെ സേവനമാണെന്നാണ് എൻ്റെ സ്പോൺസർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ സന്ദേശം എത്തിക്കാനായിട്ട് ഞാൻ ആരുടെയെങ്കിലും കൂടെ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു സേവനം ചെയ്തിട്ട് അത് എന്തോ ചെയ്യേണ്ട അതായത് പൂർണ്ണ മനസ്സോടുകൂടി അല്ലാതെ ഞാനും സേവനം ചെയ്തു എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മനോഭാവത്തോടു കൂടി ചെയ്തിട്ടുള്ള കാര്യങ്ങളെയാണ് ഞാൻ ഇന്ന് ഓർത്ത് പറയുന്നത്. അതൊക്കെ മതി എന്നുള്ള ഒരു കോംപ്ലസൻസിയിലായിരുന്നു എൻ്റെ ആദ്യ കാലഘട്ടങ്ങളൊക്കെ, ആൽക്കഹോളിക്സ് അനോണിമസിലുള്ള ആദ്യ കാലഘട്ടങ്ങളൊക്കെ. അതിനെ വേർതിരിച്ച് കണ്ടിരുന്ന ഒരാളായിരുന്നു ഞാനിത് എടുത്തു പറയാൻ കാരണം ഒരുപക്ഷെ എന്നെപ്പോലെ ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടാവാം. അവർക്ക് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഞാനിത് പറയുന്നത്. എനിക്കറിയില്ല, ഉണ്ടാവാം, സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ പറയാണ്. എനിക്ക് അവരോടൊക്കെ ഉള്ള ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാല്, ഒരു നിർബന്ധവും വേണ്ട, പക്ഷെ ഈ മനോഭാവം മാറ്റിയെടുക്കണം എന്നുള്ളതാണ് ഒരു റിക്വസ്റ്റ്. എന്നോട് ഇതേപോലെ അന്നത്തെ ഒരുപാട് പഴമക്കാര് എന്നോട് ഇത് പറഞ്ഞു, നിങ്ങളുടെ ഈ മനോഭാവം തെറ്റാണ്, നിങ്ങളിത് മാറണം, നിങ്ങൾ സേവനത്തിലേക്ക് വരണം.
സ്ഥാനമാനങ്ങളല്ല, സേവനം. സ്ഥാനമാനങ്ങളിലൂടെ സേവനം ചെയ്യാം, സ്ഥാനമാനങ്ങളിലില്ലാതെയും സേവനം ചെയ്യാം. ഒരുപാട് കാര്യം എനിക്കറിയാം. അങ്ങനെ സേവനം ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും കാണുന്ന ആൽക്കഹോളിക്സ് അനോണിമസ് ഈ രീതിയിൽ പ്രവർത്തിച്ചു വരുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് വിശ്വാസമല്ല, ശരിക്കും പറഞ്ഞാൽ അത് റിയാലിറ്റിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് വിശ്വസിക്കുകയാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു സമയത്ത് ഒരുപാട് പേര് എന്നോട്, അപ്പോഴെല്ലാം എനിക്ക് മനസ്സിലായിരുന്നില്ല, ഇതാണ് എന്നെ പോലുള്ള ഒരു മദ്യാസക്തന്റെ കുഴപ്പം. അതാണ്, ഒറ്റയടിക്കൊന്നും അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു പ്രാകൃതം ഉള്ള ഒരാളല്ല ഞാൻ എന്ന് എനിക്ക് ബോധ്യമാണത്. അത് ബോധ്യമായതും ഇവിടെ വന്നിട്ട് തന്നെയാണ്. അപ്പോ അങ്ങനെ ഒരുപാട് പേര് ഞാൻ അറിയാതെ എന്നെ സ്നേഹിക്കുകയും അവരുടെയൊക്കെ ഒരു ഗൈഡൻസ് എന്നെ ഇന്നിപ്പോ സേവന രംഗത്ത് വളരെ 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 ഇൻസിഗ്നിഫിക്കന്റ് എന്ന് പറയാം. എന്തായാലും എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് അത്. അങ്ങനെ തന്നെ അത് ഞാനൊരു എളിമയായിട്ട് പറയുന്നതിന്റെ കാരണം, എളിമയിൽ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്നെ പഠിപ്പിച്ച ആൽക്കഹോളിക്സ് അനോണിമസ് എനിക്ക് പഠിപ്പിച്ച എളിമ ഞാൻ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് കൂടിയാണ്. അത് അതിന്റെ ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ എത്തിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഷെയറിങ് ഈ രീതിയിൽ നിങ്ങളോട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാല്, സേവനം എന്ന് പറയുന്നത് മോചനത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ട ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. സേവനവും മോചനവും എല്ലാം ഒരു വണ്ടിയിൽ യാത്ര ചെയ്യേണ്ട ഓരോ സംഭവങ്ങൾ തന്നെയാണ്. ഒരേ വണ്ടിയിൽ യാത്ര ചെയ്യേണ്ട, അല്ലാതെ സേവനം വേറെ മോചനം വേറെ എന്ന് വേർതിരിച്ച് കാണുന്ന ഒരു മനോഭാവം തന്നെ തെറ്റാണ്. അപ്പോ അവിടെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനോഭാവം അതുണ്ടായാൽ മാത്രം മതി. മദ്യപാനം നിർത്തണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് എയിൽ ചേരാൻ വേണ്ട ഒരേ ഒരു യോഗ്യത. ഇത് വായിച്ച് എനിക്ക് കിട്ടിയതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകൾ. സേവനം ചെയ്യണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് സേവന രംഗത്തേക്ക് വരാനുള്ള ഒരേ ഒരു ആവശ്യകത. ഇത് എന്റെ തന്നെ വാക്കുകൾ തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, സുബോധം എന്ന് പറയുന്നത് വെറും എന്താ പറയുക, കുറച്ച് ഷെയർ ചെയ്യുക, ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിൽ, അതായത് ഒരു കുടിക്കാതിരിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോ എന്തെങ്കിലും വളരെ 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 സൂക്ഷ്മതയോടും കാൽക്കുലേറ്റഡ് ആയിട്ടും പോവുക, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, അവിടുന്ന് കിട്ടും. അവിടുന്ന് അതൊരു അനുഗ്രഹമാണ്. അത് വെച്ചുകൊണ്ട് എന്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുക. ഞാൻ കുടിക്കുന്നില്ല എന്നുവെച്ചാൽ കുടിക്കാതിരിക്കാനുള്ള ഒരു ആഗ്രഹത്തിന്റെ ഒരു ഇതിൽ തന്നെയാണ് ഞാനത്. പക്ഷെ ഈ സേവനം കീവനൊന്നും എന്നെ കൊണ്ട് വയ്യ എന്നുള്ള ഒരു മനോഭാവം, അത് അത് ഏത് രീതിയിലാണ് തെറ്റല്ല എന്ന് എനിക്ക് തോന്നിയിരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ്, കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുടിക്കുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല എന്ന് ധരിച്ചു കുടിച്ചുകൊണ്ടിരുന്ന അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാല്, ഓരോ അനുഭവം ഉണ്ടാവുമ്പോഴാണ് ആ അനുഭവത്തിൻ്റെതായിട്ടുള്ള പോസിറ്റിവിറ്റി എനിക്ക് കിട്ടിയത്. ഞാൻ കുറച്ചായിട്ട് എനിക്ക് സേവന രംഗത്തിൽ വരണം എന്നുള്ള മെസ്സേജ് കിട്ടാൻ തുടങ്ങി. മെല്ലെ മെല്ലെ ഞാനൊന്നും ചെയ്തിട്ട് തന്നെ ഇല്ല. ഞാൻ സേവന രംഗത്തിലേക്ക് വരാനായിട്ട് ഞാൻ പുറകോട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മനോഭാവത്തിൽ ചെറിയ മാറ്റം ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. അതെ, ഞാൻ ചെയ്യണം, സേവന രംഗത്ത് ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു മനോഭാവത്തിലുള്ള മാറ്റം മാത്രമാണ് എനിക്ക് സംഭവിച്ചത്. അത് സംഭവിച്ചതോട് കൂടിയിട്ട് എനിക്കിപ്പോ സെൻട്രൽ കേരള ഏരിയയിലുള്ള ഒരു സേവന രംഗത്തെ ഒരു സ്ഥാനം എനിക്ക് വഹിക്കേണ്ടി വന്നു.
അത് എല്ലാവരും കൂടി ഒരു എൻ്റെ അടുത്തുള്ള ഒരു സ്നേഹത്തിന്റെ ഒരു ഒരു സ്നേഹത്തിന്റെ ഒരു കാര്യം കൊണ്ടും, അല്ലെങ്കിൽ എനിക്ക് ദൈവം ഇവരിലൂടെ, ഈ നമ്മുടെ ഈ സുഹൃത്തുക്കളിലൂടെ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അങ്ങനെ ഞാൻ ഒരു പബ്ലിക് ഇൻഫർമേഷൻ ചെയർമാൻ എന്നുള്ള ഒരു സേവന രംഗത്ത് ഇന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം, ഈ സ്ഥാനം എനിക്ക് കിട്ടിയതിനെ ഞാൻ ബഹുമാനിക്കുന്നു. തീർച്ചയായിട്ടും അതിന് എന്ത് വില കൊടുക്കണമെങ്കിലും അത് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ആ രീതിയിലുള്ള ഒരു മനോഭാവം തന്നെ. പക്ഷെ അതുകൊണ്ട് ഞാൻ എന്തോ വലിയ എനിക്ക് എന്താ പറയാ, ഞാൻ കുറെ കാലമായി എയിലുണ്ട്, ഈ രീതിയിലൊക്കെ എന്റെ തെറ്റായ ചിന്തകളെ ഞാൻ തന്നെ തിരിച്ചറിയുന്നുകൊണ്ട് പറയാം. വേറെ ആർക്കും ഇത് പറ്റില്ല, അതുകൊണ്ടാണ് എന്നെ ആൽക്കഹോളിക്സ് അനോണിമസ് തെരഞ്ഞെടുത്തത്, അങ്ങനെ ആ രീതിയിലൊക്കെ ഒരുപക്ഷെ ഞാൻ ചിന്തിച്ചേക്കാം. എയിലുള്ളത് കൊണ്ട് ഞാൻ ചിന്തിക്കില്ല, പക്ഷെ അങ്ങനെ ചിന്തിച്ചേക്കാം എന്ന് ഒരു സാധ്യതയുള്ള ഒരാളാണെന്ന് തിരിച്ചറിയുന്നതുകൊണ്ട് പറയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഐക്യവും സേവനവും ഒന്നിച്ച് ഒരു ഇണങ്ങി പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചിന്തകളൊക്കെ ആദ്യം എന്നിൽ നിന്നും എടുത്തു മാറ്റപ്പെടണം. എങ്കിൽ മാത്രമേ ആ സേവനം ഒരു പൂർണ്ണതയോടുകൂടി അത് നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോഴും ഞാൻ ചിന്തിക്കുന്നതാണ് ശരി, ഞാൻ കുറെ വായിച്ചിട്ടുണ്ട്, എനിക്കറിയാം, എന്നോട് സംസാരിക്കുന്ന ആൾക്ക് അറിയില്ല. ഏലുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഏതൊരു സ്റ്റേറ്റ്മെന്റിനെയും മോസ്റ്റ്ലി എന്റെ അഭിപ്രായത്തിനോട് യോജിപ്പിച്ചുകൊണ്ട് ആർഗ്യൂ ചെയ്യാൻ വേണ്ടി എടുത്ത് പ്രയോഗിക്കാം. അങ്ങനെ ഒരു വശം ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ പറയാം. അനോണിമിറ്റി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അനോണിമിറ്റി ബ്രേക്കിനെ കുറിച്ച് നമ്മൾ എല്ലാവരും കാണുന്ന തർക്കങ്ങൾ നമുക്ക് ദൈനംദിനമായിട്ട് നമ്മൾ ഇഷ്ടം പോലെ കാണാറുണ്ട്. അപ്പൊ അവിടെ ചില കാര്യങ്ങളൊക്കെ, അവിടെ അനുസരണ എന്നുള്ള ഒരു സംഭവത്തെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ലെവൽ വരെ നമുക്ക് ശരിയാണെന്ന് തോന്നുന്നത് നമ്മളോട് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറയുന്നവരെ ഫേസ് ചെയ്യാനായിട്ട് പറയേണ്ടി വരും, പറയും, നാച്ചുറലാണ്. പക്ഷെ ഈ പ്രോഗ്രാം എടുത്ത് പ്രയോഗിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടുന്നില്ല, കാരണങ്ങളെ അനുകൂലിക്കുന്നുമില്ല, പ്രതികൂലിക്കുന്നുമില്ല എന്നുള്ളതും എടുത്ത് പ്രയോഗിക്കേണ്ടതാണ്. അവിടെ എനിക്ക് അനുസരിക്കേണ്ടി വന്നാൽ അനുസരിച്ചു പോവുകയായിരിക്കും നല്ലത് എന്നാണ് എനിക്ക്. എന്താ വെച്ചാൽ ഇവിടെയാണ് ഈ ഐക്യമുണ്ടാവുന്ന മോചനത്തെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. ഐക്യമുണ്ടാവുന്ന മോചനം ഈ രീതിയിൽ തന്നെയാണ്. എന്റെ അഭിപ്രായത്തിൽ ഞാൻ കടിച്ചു തൂങ്ങി നിന്നു കഴിഞ്ഞാല് ഞാൻ അങ്ങനെ ഒരു മനുഷ്യനാണെന്ന് ഞാൻ ആദ്യം തിരിച്ചറിയുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നതോടുകൂടി കുറച്ചു കാലം കഴിയുമ്പോൾ എനിക്ക് എന്താ സംഭവിക്കുന്നത്? ഞാൻ ഇതേപോലെ എന്റെ അഭിപ്രായത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ആളാണ്, മറ്റുള്ളവർ ചെറുതായിട്ട് കാണുന്ന ഒരാളാണ്, മറ്റുള്ളവരൊന്നും പോരാ, എന്റെ അത്ര ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല അവര് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്തത് ചെയ്യേണ്ടത് ഇതുപോലുള്ള എന്റെ അഭിപ്രായത്തിൽ ഒരിക്കലും കടിച്ചു തൂങ്ങാതിരിക്കുക. ഇവിടെയാണ് ഒരു പക്ഷേ നമ്മളുടെ ആൽക്കഹോളിക്സ് അനോണിമസിലെ സാഹിത്യങ്ങൾ സഹായിക്കുന്നത്. എന്നെയൊക്കെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട്. ഞാൻ അതിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ, പാസിറ്റോൺ എന്നുള്ള പുസ്തകം വായിക്കുമ്പോൾ അതില് ഉണ്ടായ തന്നെ ഫസ്റ്റ് എയിലുണ്ടായ പ്രാരംഭകാലത്ത് ഉള്ള ഒരു സംഭവത്തെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് ഡോക്ടർ ബോബ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തെ കുറിച്ച്. എനിക്ക് തോന്നുന്നു പാസിറ്റോൺ എന്നുള്ള പുസ്തകത്തിലാണോ അല്ലെങ്കിൽ ഡോക്ടർ ബോബ് ആൻഡ് ഓൾഡ് ടൈമേഴ്സും, ഈ രണ്ട് പുസ്തകത്തിൽ ഏതോ ആണ്. അപ്പൊ അദ്ദേഹം തന്നെ, അതായത് ബോബും ബില്ലും
ആദ്യമായിട്ട് അവർ തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ് ഞാനിപ്പോ വായിച്ചത് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. അവിടെ ഡോക്ടർ ബോബ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെ അയവിറക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഞാനൊക്കെ പറയുന്നത് പോലെ ഞാൻ എങ്ങനെ ആയിരുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നു. അദ്ദേഹം ഒരു ഒരിക്കലും അർഹതപ്പെടാത്തതല്ല എന്നല്ല ഞാൻ പറയുന്നത്. അത് വായിച്ചിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് അതായത് ഡോക്ടർ ബോബ് ഒരു വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു സർജൻ ആയിരുന്നു അമേരിക്കയിൽ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയാ, അതിൻ്റെതായിട്ടുള്ള ഒരു അദ്ദേഹത്തിനുള്ള ഒരു ഗൗരവം, അതിന് അഹങ്കാരം എന്ന് വിളിച്ചുകൂടാ, അതിന്റെ ഒരു ഗൗരവം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അതുണ്ടായേക്കാം, അത് സ്വാഭാവികമാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരാള് ഒരു ഷെയർ ബ്രോക്കറുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂടിക്കാഴ്ചക്ക് വേണ്ടിയിട്ട് ഒരു 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 ചെറുതായിട്ടൊരു ഹെൻറിറ്റ എന്ന് പറഞ്ഞ ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവരാണ് ഇവർ തമ്മിൽ ഉള്ളൊരു കൂടിക്കാഴ്ചക്ക് വേണ്ട ഏർപ്പാടുകൾ ചെയ്യുന്നത്. അപ്പൊ ബോബ് പറയുന്നത് എനിക്ക് അദ്ദേഹത്തോട് അങ്ങനെ വലിയ എന്താ വെച്ചാൽ ആ സമയത്ത് അതാണല്ലോ, ഈ വിഷയത്തെക്കുറിച്ച് അറിയില്ല, മദ്യാസക്തി എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഒരു ഡോക്ടറായ ഡോക്ടർ ബോബ് പോലും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് വായിക്കുമ്പോൾ. അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇവരോടൊക്കെ എന്താ സംസാരിക്കാനുള്ളത്. പക്ഷെ ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രശ്നം വളരെ രൂക്ഷമായിരുന്നു, മദ്യാസക്തിയുടെ പ്രശ്നം വളരെ രൂക്ഷമായിരുന്നു. രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം എവിടെയോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ആ ഒരു കൂടിക്കാഴ്ചക്ക് സമ്മതിക്കുമ്പോൾ വളരെ ചുരുങ്ങിയ ടൈമൊക്കെ എനിക്ക് ഇവിടെ ചെലവഴിക്കാൻ പറ്റുള്ളൂ. ഞാനൊരു 5-10 മിനിറ്റോ, അതും എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല, ഈ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചതെന്ന് തോന്നുന്നു. എനിക്ക് 5-10 മിനിറ്റോ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കാം, എന്താ അയാൾക്ക് പറയാനുള്ളത്, ശരി കേൾക്കാം എന്നുള്ള ആ ഒരു ചെറിയൊരു അലസതയോട് കൂടിയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു ഡോക്ടർ ബോബിന് ഉണ്ടായിരുന്നത്. ഏതായാലും അവര് കണ്ടുമുട്ടിയിട്ട് പിന്നീട് ആ പുസ്തകത്തിൽ പറയുന്നത് 5-6 മണിക്കൂർ ശേഷം അവർ സംസാരിച്ചു, അവരുടെ സംഭാഷണം നീണ്ടുപോയി എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇതിൽ കൂടുതൽ ഉദാഹരണത്തിലൂടെ എനിക്ക് എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്ന് ഞാൻ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയല്ല. എന്താ വാക്ക്, ഈ ഒരു ഉദാഹരണം എത്രത്തോളം എന്നെ ബാധിച്ചു എന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല. എന്നെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ആ സംഭാഷണത്തിന് 5 മിനിറ്റോ 10 മിനിറ്റോ പോലും സംസാരിക്കാൻ വിസമ്മത ഒരു മനസ്സ് കാണിക്കാത്ത ഒരാള് 5-6 മണിക്കൂർ നേരം അവിടെ ഇരുന്ന് ആ സംഭാഷണം നീണ്ടുപോയി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഈ ബില്ല് എന്റെ ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നത്, അത് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ചല്ല പറഞ്ഞത് അദ്ദേഹം. അതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് മാനസികമായിട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ, എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സന്ദേശം അദ്ദേഹം എന്നിലേക്ക് പറഞ്ഞു തന്നു എന്നുള്ളതാണ്. എന്നെ പോലുള്ളവർക്ക്, അതായത് എന്നെ പോലുള്ളവരൊക്കെ ഇവരോട് എന്തിനു സംസാരിക്കണം എന്ന് ചിന്തിച്ച അദ്ദേഹം ഈ സംഭാഷണത്തിന് ശേഷം പറയുന്നത് എന്നെ പോലുള്ള ആളുകൾക്ക്, ഇതുപോലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു വിശ്വാസത്തിലെത്തി. അതാണ് ഈ കൂട്ടായ്മയുടെ ഈ പറഞ്ഞ ഐക്യത്തിലൂടെയുള്ള മോചനം. അവിടെ ഐക്യപ്പെടേണ്ടി വന്നു. സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളോ എന്തുമാവട്ടെ, അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇതൊരു ജീവിത പ്രശ്നമാണ്. ലൈഫ് ആൻഡ് ഡെത്ത് പ്രോബ്ലം എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയാറുണ്ട്, കേൾക്കാറുണ്ട്. അതുപോലുള്ളൊരു ജീവിത പ്രശ്നമായിട്ട് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. അവിടെ അദ്ദേഹത്തിന്റെ അഹങ്കാരം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണമെങ്കിൽ കാണിക്കാൻ പറ്റാവുന്ന ഒരു ഗൗരവത്തെ പോലും അദ്ദേഹം മാറ്റിവെച്ചുകൊണ്ട് അവിടെ അദ്ദേഹത്തിന്റെ വേണമെങ്കിൽ പറയാം ഒരു തോൽവി അദ്ദേഹം സമ്മതിച്ചു. അതെ, എനിക്ക് ഇദ്ദേഹമേ, ഈ ബിൽ ഡബ്ല്യുവിനെ എന്നെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ
എനിക്ക് സ്വയമായിട്ട് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് മറ്റു തലത്തിലൊക്കെ വളരെ ഉന്നത സ്ഥാനത്തും വളരെ ഉന്നതിയിലും നിൽക്കുന്ന ഒരാൾ വിട്ടുകൊടുത്തുകൊണ്ട് സമ്മതിച്ചുകൊണ്ട് മുൻപോട്ട് വന്നത് കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും എല്ലാം ഈ ഷെയറിങ്ങും ഈ കേട്ടുകൊണ്ടും ഈ മോചനത്തിന്റെ പാതയിലുമൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. അദ്ദേഹം അത് ചെയ്തിരുന്നെങ്കിൽ അത് വളരെ ഒരു വല്ലാത്തൊരു എന്താ പറയാ ഒരു ഹെയർലൈൻ ഇതാണത്. ചെറിയൊരു ഒരു നൂൽനാരിന്റെ ഇഴയ്ക്ക് മാത്രമുള്ള ഒരു വ്യത്യാസമാണ് അവിടെ സംഭവിച്ചത്. അദ്ദേഹത്തിന് വിട്ടുകൊടുക്കാൻ സാധിച്ചു. അവിടെ എന്തോ ഒരു ദൈവത്തിന്റെ ഇടപെടൽ, എന്ത് വേണമെങ്കിലും പറയാം, ദൈവത്തിന്റെ ഇടപെടലുണ്ടെന്ന് പറയാം, അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സതയെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറയും. അതേപോലെ ബില്ലിന്റെ പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു ക്ഷമ, ആ ഈ രോഗാവസ്ഥയെക്കുറിച്ച് ഒരു ഡോക്ടറായ ആളോട് ഏത് രീതിയിൽ അത് പറയണം എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹത്തിന് പറയാൻ സാധിച്ചത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെയാണ് ഈ പറയുന്ന സേവനത്തിലൂടെയുള്ള മോചനം. അതന്നെയാണ് സുബോധം. തിരിച്ചും വേണമെങ്കിൽ പറയാം, മോചനത്തിലൂടെയുള്ള സേവനം. അവിടെ എന്റെ ഉത്തരവാദിത്വത്തെ കാണിക്കുന്നത് ഞാൻ മോചിതനായതിന്റെ കാരണം ഇന്ന കാര്യങ്ങൾ സംഭവിച്ചത് കൊണ്ടാണ്. എവിടെയൊക്കെയോ ഐക്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു, എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അത് പ്രശ്നമില്ല, മനസ്സിലാക്കുമ്പോഴെങ്കിലും ഞാനത് വിട്ടുകൊടുക്കാനും ഞാൻ അതിനെ സ്വീകരിക്കാനും. അതുകൊണ്ട് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ ഒരു കൂടെ പറയാറായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. വി ആർ ഫ്രണ്ട്സ് ഇൻ ഡിഫെക്ട് എന്ന് പറയാറുണ്ട്. നമ്മള് തെറ്റുകളും അല്ലെങ്കിൽ കുറവുകളുടെയും ഇടയിലുള്ള ഒരു ചങ്ങാത്തമാണ് നമ്മുടെ ഇടയിലുള്ളത്. നമ്മൾ പല ആളുകളും ചെയ്യുന്നത് എല്ലാവരും ശരി ചെയ്യില്ല, തെറ്റുകൾ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാവുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. വി ആർ ഫ്രണ്ട്സ് ഇൻ ഡിഫെക്ട്സ് എന്ന് പറയും. പോരായ്മകളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മളുടെ. അപ്പൊ ആ രീതിയിലൊക്കെ ചിന്തിക്കുമ്പോൾ ഐക്യം എന്നുള്ള വാക്ക് വെറും ഒരു വാക്കാവാതെ പ്രായോഗികമായിട്ട് ഏത് രീതിയിൽ ഐക്യത്തിലേക്ക് നമുക്ക് നീങ്ങാൻ സാധിക്കും എന്നൊക്കെ ഒരു വെളിച്ചം കിട്ടുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ മൂന്നാം പടി പ്രാവർത്തികമാക്കുന്നുണ്ട്. എന്റെ ഇച്ഛയും എന്റെ ജീവിതവും ഞാൻ മനസ്സിലാക്കുന്ന ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ, അത് ശരിയായ വിട്ടുകൊടുക്കലാണെങ്കിൽ, ഞാൻ ഏത് രീതിയിൽ സേവനം ചെയ്യണം എന്ന എന്നെക്കാളും വലിയ ശക്തി തന്നെ എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സേവനം ചെയ്യുന്നതിന് ഒരു കടമ്പകളും ഇല്ല, അല്ലെങ്കിൽ ഒരു നിബന്ധനകളും ഇല്ല. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഈ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഈ പടികളും പാരമ്പര്യങ്ങളും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ സേവനം ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ മുമ്പിൽ വന്നെത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന സേവനമൊക്കെ ഫലപ്രദമായോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മളോട് ചിന്തിക്കേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. ആ സേവനം ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ അതിന്റെ ഫലം എന്താണോ അത് തന്നെയാണ് ഫലപ്രദം. ഞാൻ ഒരാളോട് എൻ്റെ ഈ മെസ്സേജ് കൊടുത്ത് അദ്ദേഹം മെയിൽ വന്ന് അദ്ദേഹം സോബറായിരിക്കുന്നു, അതൊന്നും എൻ്റെ കാഴ്ചപ്പാടിൽ പോകേണ്ട കാര്യങ്ങളല്ല. ഞാൻ ചെയ്യേണ്ടത്, എന്നോട് ഒരു സന്ദർഭം എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്, ഈ മെസ്സേജ് കൊടുക്കേണ്ട ഒരു സന്ദർഭം എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ അത് നിറവേറ്റുക, അത് 100% നിറവേറ്റുക. അത് തന്നെയാണ്.
ബാക്കിയുള്ള സംഭവങ്ങൾ സംഭവിക്കുന്നത് അതിൽ എനിക്കൊന്നും പറയാനില്ല. എനിക്ക് അത് എന്റെ പങ്കുമില്ല. അത് സംഭവിക്കുകയാണ്, അത് നടന്നു പോവുകയാണ്. അവിടെയാണ് ആ വലിയൊരു ശക്തിയുടെ ഇടപെടൽ തിരിച്ചറിയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് ഫീൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവനവന്റെ എന്റെ ഇന്നത്തെ മോചനം, ഞാൻ ഇന്ന് കുടിക്കാതൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ഇത്രത്തോളം ഞാൻ പറഞ്ഞ സംഭവങ്ങൾ നടന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് കുടിക്കാതിരിക്കുന്നത്. അതൊന്നുകൂടി ഊന്നി പറയാൻ തന്നെയാണ് ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുന്നത്. അപ്പോ അഭിപ്രായങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഈ ഒരു മനോഭാവം വളരെ അത്യന്താപേക്ഷിതമാണ് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്നോട് പറയാനുള്ളത്. അവിടെ എല്ലാം ഉണ്ട്. ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യണം. വിട്ടുകൊടുക്കാനുള്ള ഒരു മനോഭാവത്തോട് കൂടിയിട്ടൊരു ആക്ഷൻ. അത് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അപ്പോഴാണ് ഐക്യം എന്നുണ്ടാവുന്നത്. ഇപ്പോ ഈ തമിഴിലൊരു ചൊല്ലുണ്ട്, തമിഴിൽ പറയാറുണ്ട്, ഊടലിൽ തോற்றவர் வென்றார். ഊടലിൽ തോற்றவர் வென்றார், അത് കൂടലിൽ കാണപ്പെടും എന്നുള്ളൊരു, ഇത് തിരുക്കുറൽ ഒറ്റാണ്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എനിക്ക് തോന്നുന്നു ഈ തമിഴില് ഞാനിവിടെ കേട്ട് മനസ്സിലാക്കിയതാണ്. ഞാനിപ്പോ ഇപ്പോഴൊക്കെ എന്താ ചെയ്യുന്ന വെച്ചാൽ, ഇതുപോലുള്ള ഞാൻ അറിയാതെ തന്നെ ചില കാര്യങ്ങളൊക്കെ എന്നിൽ ഞാൻ കേൾക്കുകയും അത് ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് ബന്ധപ്പെടുത്തി ചിന്തിക്കാറുണ്ട്. ഇത് തന്നെയാണ്, ഇത് നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഇത് തന്നെയാണ്. അതായത് നമ്മൾ ഇപ്പൊ ഒരു സേവന രംഗത്ത് ഉള്ള ഒരു മെമ്പർ ഈ രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തോൽക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നും. ഞാൻ തോറ്റു പോവാണ്. എനിക്ക് ഒരുപാട് ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അതായത് നമ്മളുടെ ഗ്രൂപ്പുകളിൽ, അല്ലെങ്കിൽ നമ്മളുടെ കമ്മിറ്റികളിൽ, ഡിസ്ട്രിക്ട് കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, അതുവരെ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തുള്ള, പക്ഷെ എന്തും ആവട്ടെ, അങ്ങനെയൊന്നുമില്ല. ഞാൻ ബോംബെയിൽ GS ഓഫീസിലൊക്കെ പോയി ഞാൻ അത് കണ്ടിട്ടുണ്ട്. GS ഓഫീസൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. GSOയിലുള്ള പ്രവർത്തകരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എറണാകുളത്ത് ഒരു മീറ്റിങ്ങിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന്നൊക്കെ ഇന്നിപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാല്, ഇവിടെ ഈ സന്ദേശങ്ങളുടെ അതാത് സമയത്തുള്ള പ്രോപ്പറായിട്ടുള്ള എടുത്തുപയോഗം വളരെ വളരെ പ്രാധാന്യം ഉള്ളതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാല്, ഈ പറഞ്ഞ പോലെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ, അഭിപ്രായങ്ങൾ പറയുന്ന ആക്ഷൻ കൊള്ളാം, നല്ലതാണ്. പക്ഷെ അത് എന്റെ അഭിപ്രായമാണ്. അപ്പൊ ഞാൻ പല കാര്യങ്ങളും ഞാൻ അതിന്റെ പോസിബിലിറ്റിയെ കുറിച്ച് ഞാൻ എക്സോസ്റ്റീവായിട്ട് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അത് ഒരാള് എടുത്തു കാണിക്കുമ്പോൾ, അതൊരാള് വേറൊരാൾ അഭിപ്രായത്തിന് ഞാൻ പറയുന്ന അഭിപ്രായത്തിന് എതിരായിട്ട് വരുന്നത് പോലെയൊക്കെ ഉള്ള ഒരു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്ക് ഉണ്ടാവണം. അവിടെയാണ് എന്റെ അഹങ്കാരത്തിൽ ഞാൻ പ്രവർത്തിക്കേണ്ടതുണ്ട്. എനിക്കറിയുന്നത് പോലെ തനിക്ക് അറിയില്ല എന്ന് ഞാൻ ചിന്തിച്ചേക്കാം. ഞാൻ കാണാറുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന പോലെ ഒരുപാട്. ഞാൻ ആരും മറ്റുള്ള ആൾക്കാരെ കുറിച്ച് പറയാൻ ഞാൻ ആരുമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ സത്യസന്ധമായിട്ട് ഞാൻ പറയാണ്, ചില ആളുകൾ സംസാരിക്കുമ്പോൾ ആ രീതിയിൽ സംസാരിക്കുന്നുവോ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അവിടെയൊക്കെ എന്റെ ഈ അഭിപ്രായത്തെ, അതായത് മറ്റുള്ളവരെ കുറിച്ചുള്ള അഭിപ്രായത്തെ ഞാൻ എന്നിൽ രഹസ്യമായി സൂക്ഷിക്കുകയും, വേണമെങ്കിൽ എനിക്ക് താല്പര്യമുള്ള അതിന്റെ സ്പോൺസറോ, അല്ലെങ്കിൽ എനിക്ക് വളരെ എനിക്ക് ചില മെമ്പേഴ്സ് ഉണ്ട്, അവരോട് എനിക്ക് എന്തും തുറന്നു പറയാം. അവരോട് മാത്രം ഞാൻ തുറന്നു പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിലെ ഒരു വെന്റിലേഷൻ നടത്തുക മാത്രമാണ് ഞാൻ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അവരും എന്നെ വേണ്ട രീതിയിൽ സഹായിച്ച് ഈ അഭിപ്രായ വ്യത്യാസത്തിൽ ഒരു
ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് എനിക്ക് സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഐക്യപ്പെട്ടു പോകേണ്ടത്. ഒരു ആക്ഷൻ നടക്കുമ്പോൾ, ഒരു കോൺട്രവേഴ്സി ഉണ്ടാവുമ്പോൾ അവിടെ എങ്ങനെയാണ് ഇതിനെ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഒരു മോചനത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ ഒരു ഐക്യത്തിലേക്ക് പോയി മോചനവും ഐക്യവും കൂടിയിട്ടുള്ള ഒരു സേവനത്തിലൂടെ ആൽക്കഹോളിക്സ് അനോണിമസ് ജീവിതം ഞാൻ ജീവിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് ഇവിടെ ഈ പറയുന്നതിലുള്ള. അവിടെ പാരലായിട്ട് എല്ലാം സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ സംഭവിച്ചാലേ ഈ മോചനമോ ഈ സേവനമോ അല്ലെങ്കിൽ ഈ ഐക്യമോ ഉണ്ടാവുന്നുള്ളൂ. അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലല്ലോ. നമ്മൾ മീറ്റിങ്ങിൽ പോണു, ഞാനൊരു മദ്യാസക്തൻ, എന്റെ കുറെ അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞു, ശരി, എനിക്ക് കിട്ടിയ സുബോധം എല്ലാവർക്കും കിട്ടട്ടെ പറഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും സംഭവിക്കുന്നില്ല. അത് വളരെ എന്താ ഞാൻ പറയാ, അതൊരു വല്ലാത്തൊരു മെക്കാനിക്കൽ, യാന്ത്രികമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണെന്ന് പറയാം. അത് പോരെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് എനിക്കതിൽ അഭിപ്രായം പറയാൻ ഞാൻ ആരുമില്ല. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് അത് പോരാന്നുള്ളത്. എനിക്ക് എന്റെ പേഴ്സണലായിട്ട് ഇന്ന് ഞാൻ ഈ പരിപാടിയെ കുറിച്ച് മനസ്സിലാക്കിയതുകൊണ്ട് എനിക്ക് എന്റെ സ്വന്തമായിട്ടുള്ളൊരു അഭിപ്രായമുണ്ട്. തീർച്ചയായിട്ടും അത് പോരാ. അവിടെ അതല്ല ജീവിതം എന്നാണ് ഞാൻ മനസ്സിലാക്കിയ ജീവിതം. ഇവിടെ നമ്മളെല്ലാവരും ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഒരേപോലെ തുല്യ ദുഃഖിതരാണ്. അല്ലെങ്കിൽ ഇവിടെ നമ്മളെല്ലാവരും ഏതാണ്ടൊക്കെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ അതെല്ലാം അതിൽ ഒതുങ്ങുന്നത് തന്നെയാണ്. പക്ഷെ ഇത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ആ കഴിവ് എനിക്കുണ്ടാവണം എന്ന് പറയുന്നതിലും കാര്യം അത് മനസ്സിലാക്കാനുള്ള ഒരു ആഗ്രഹമെങ്കിലും എനിക്കുണ്ടാവണം. ആഗ്രഹം ഉണ്ടായാൽ മതി. ആഗ്രഹം ഉണ്ടായാൽ എനിക്ക് മനസ്സിലായിക്കോളും എന്നുള്ളത് തന്നെ. ഇപ്പൊ സാധാരണഗതിയിൽ ഈ ഐക്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോ ഈയിടെയായിട്ട് ഞാൻ വേറൊരു ഇത് കേട്ടു. അതായത് സാധാരണയായിട്ട് മനുഷ്യന്റെ തന്നെ പ്രശ്നം ഈഗോ തന്നെയാണ്. ഈഗോ, അഹങ്കാരം, അല്ലെങ്കിൽ നീ ആര് പറയാൻ, ഞാനാര് കേൾക്കാൻ. ഇത് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. നീ ആര് പറയാൻ, ഞാനാര് കേൾക്കാൻ. ഇത് പഴയ ഞാൻ വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന അദ്ദേഹം നമ്മളെ വിട്ടു പോയി, ഉണ്ടായിരുന്ന ഒരു പഴമക്കാരനായ ഒരു മെമ്പർ എന്നോട് കൂടെ പറയാറുണ്ട്, നീ ആര് പറയാൻ, ഞാൻ ആര് കേൾക്കാൻ. ഇത് മനുഷ്യന്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മനുഷ്യന്റെ ഒരു കൂടപ്പുറപ്പാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട്, ഇപ്പൊ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട്. ഞാൻ അറിയാതെ ചില സമയത്ത് ഇതേപോലെ പറയാറുണ്ട്, അവനാര് പറയാൻ, ഞാൻ പറയാറുണ്ട്. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് വേറെ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കേണ്ടി വരും. നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത്, നിങ്ങളല്ലേ ഇത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വേറെ ആരെങ്കിലും. ആ ചൂണ്ടിക്കാണിക്കുന്ന സമയത്തും അത് അക്സെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ പിന്നെയും അതിനെ ജസ്റ്റിഫൈ ചെയ്യുള്ളൂ. അത് ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഞാൻ പറഞ്ഞത് തെറ്റല്ല, ഞാൻ പറഞ്ഞത് തെറ്റല്ല, ശരി തന്നെയാണ്, ആ രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പൊ ഈ ഒരു അഹങ്കാരം, പ്രത്യേകിച്ച് ഒരു മദ്യപാനി, ഒരു മദ്യാസക്തന്റെ അഹങ്കാരം, അതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു ഐക്യമില്ലായ്മ, അതിനെക്കുറിച്ച് ഈയിടെയായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ വേറൊരു നല്ലൊരു സ്റ്റോറി ഞാൻ കേട്ടു. അതായത് ഈ പ്രാവുകള്, ഒരുതരം പക്ഷികൾ, പ്രാവുകൾ എന്നാണ് മലയാളത്തിൽ വേറെ എന്താ ഭാഷയിൽ പറയാന്ന് എനിക്കറിയാം. പ്രാവുകൾ തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ട്. അവര് ഒരു അമ്പലത്തിലെ ഗോപുരത്തില് താമസിക്കുന്നുണ്ടായിരുന്നു. അവിടെ ആയിരുന്നു അമ്പലത്തിലെ ഗോപുരത്തിലെ ചെറിയ ചെറിയ മാടങ്ങൾ വെച്ച് അവിടെ അവർ ജീവിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ ആ അമ്പലത്തില് ഒരു വളരെ വലിയൊരു വിശേഷം, ഈ കുംഭാഭിഷേകം എന്നൊക്കെ പറയും, അങ്ങനെയുള്ളൊരു വിശേഷം വന്നപ്പോൾ അവരെ അവിടെയൊക്കെ ചാരം കെട്ടി അവിടെയൊക്കെ പെയിന്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാതായി, ഈ പ്രാവുകൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാതായി. അവര്
അതിന്റെ അടുത്തുള്ള ഒരു ക്രിസ്ത്യൻ പള്ളി, അവിടെ വലിയൊരു ടവറുണ്ട് ആ ക്രിസ്ത്യൻ പള്ളിയിൽ. അവിടുത്തെ ആ ടവറിൽ പോയിട്ട്, അവിടുത്തെ മാടങ്ങളിൽ പോയിട്ട്, അവിടെ വേറെയും പ്രാവുകൾ ജീവിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കൂടെ അവിടെ ജീവിതം തുടരാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ പോയിരുന്നു. പിന്നെ അപ്പൊ അങ്ങനെ ജീവിക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ ക്രിസ്മസ് വന്നപ്പോൾ ഈ പള്ളിയിലും അവിടെയും പെയിന്റിങ് ആൾക്കാർ വന്നു. അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ അടുത്തുള്ളത് ഒരു പള്ളിയാണ്, മുസ്ലിം പള്ളിയില് ഇതേപോലെ അവിടെയും കുറെ പ്രാവുകളുണ്ട്. ഈ പ്രാവുകളെല്ലാം കൂടി അവിടെ പോയി ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ ആ പള്ളിയിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റംസാൻ കാലഘട്ടം. അവിടെയും പള്ളി അവിടുത്തെ ആളുകൾ അവിടുത്തെ വൈറ്റ് വാഷിംഗ് ഒക്കെ. അപ്പോഴേക്കും ഈ ആദ്യം ഉണ്ടായിരുന്ന അമ്പലം, അവിടുത്തെ കുംഭാഭിഷേകമൊക്കെ കഴിഞ്ഞു, അവിടുത്തെ പെയിന്റിങ്ങും എല്ലാം കഴിഞ്ഞു, കുംഭാഭിഷേകം കഴിഞ്ഞു, തിരക്കുകളൊക്കെ ഒഴിഞ്ഞു. അപ്പൊ ഈ പ്രാവുകളൊക്കെ നേരെ വീണ്ടും ഈ അമ്പലത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. അപ്പൊ അവിടെ ഇങ്ങനെ അമ്പലത്തിൽ തിരിച്ചുപോയി അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു കുഞ്ഞു പ്രാവ് അതിന്റെ അമ്മയോട് ചോദിക്കുകയാണ്. ചോട്ടിൽ ഒരേ ബഹളം. ആ അമ്പലത്തിന്റെ ആ ടവറിൽ നിന്ന് അവരിങ്ങനെ നോക്കുമ്പോൾ ചോട്ടിൽ ഒരേ ബഹളം. ആളുകൾ കൊടുവാളും കത്തിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും അടി കുത്ത് വെട്ട് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോ ഈ ചെറിയ പ്രാവ് ചോദിച്ചു, ഇതെന്താ അമ്മേ ഇങ്ങനെ ഈ മനുഷ്യരിങ്ങനെ തമ്മിത്തല്ലി ചാവുന്നു? എന്താ അതിന്റെ കാരണം? വല്ലതും പറഞ്ഞു തരാൻ പറ്റുമോ? അപ്പൊ അമ്മ പ്രാവ് പറഞ്ഞു, ഇതാണ് കുട്ടി, അതായത് നമ്മള് അമ്പലത്തിൽ താമസിക്കുമ്പോഴും പള്ളിയിൽ പോയപ്പോഴും ചർച്ചിൽ പോയപ്പോഴും എവിടെ പോയപ്പോഴും നമ്മൾ പ്രാവുകൾ തന്നെയാണ്. നേരെ മറിച്ച് മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ല. അവരിപ്പോ അടികൂടുന്നത് ഞാൻ ഹിന്ദുവാണ്, ക്രിസ്ത്യാനിയാണ്, മുസ്ലിമാണെന്ന് പറഞ്ഞ് തമ്മിൽ അടികൂടുകയാണ്. നമ്മള് അതുപോലെയുള്ള പേരുകൾ നമ്മളെ വിളിക്കുന്നില്ല. നമ്മൾ എവിടെ പോയാലും നമ്മൾ പ്രാവുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടുന്ന് അവിടെ പോയി അവിടെ ജീവിക്കാൻ സാധിച്ചു. അവിടുത്തെ സാഹചര്യം മോശമായപ്പോൾ വേറൊരു സ്ഥലത്ത് പോയി. മോശമല്ല, നമുക്ക് ജീവിക്കാൻ പറ്റാതായപ്പോൾ വേറൊരു സ്ഥലത്ത് പോയി. വീണ്ടും നമ്മൾ ഇവിടേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ആ കുഞ്ഞു പ്രാവ് അമ്മയോട് ചോദിച്ചു അത്രേ, അമ്മേ മനുഷ്യന്മാരാണ് ഏറ്റവും വലിയ ആൾക്കാരാണെന്നല്ല എല്ലാരും പറയുന്നത്, പക്ഷെ നമ്മൾ അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ എത്രയോ മേന്മയുള്ള ആൾക്കാരല്ലേ? അമ്മയോട് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു, തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് നീ ഞാനും ഇതേപോലെ ഗോപുരത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്, അവൻ ചോട്ടിൽ അടികൂടി ചാവുന്നത്. അപ്പൊ ഇവിടെ ഈ കഥ കേട്ടപ്പോ എനിക്ക് എന്റെ മനസ്സിൽ കൂടെ ഓടിയത് അത് തന്നെയാണ്. ആൽക്കഹോളിക്സ് അനോണിമസും ഇതുപോലെ തന്നെയാണ്. ഇവിടെ തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടുന്നില്ല, കാരണങ്ങളെ അനുകൂലിക്കുന്നുമില്ല, പ്രതികൂലിക്കുന്നുമില്ല. മദ്യരഹിതമായ സുബോധ ജീവിതം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇതിൽ വരാം. ആ പ്രാവ് പറഞ്ഞ പോലെ നമ്മളെ എല്ലാവരും പ്രാവുകൾ എന്നേ വിളിക്കുന്നു. നമ്മൾ അതേപോലെ ആൽക്കഹോളിക്സ് ആണ്. നമ്മൾ ഇവിടെ ഉണ്ടായാലും ശരി, അമേരിക്കയിൽ ഉണ്ടായാലും ശരി, അമ്പലത്തിന്റെ അകത്തുണ്ടായാലും ശരി, ചർച്ചിന്റെ അകത്തുണ്ടായാലും ശരി, എവിടെ ഉണ്ടായിരുന്നാലും മദ്യാസക്തരാണ്. ഞാനൊരു മദ്യാസക്തനാണ്. ഞാൻ കാണുന്നതും എൻ്റെ കൂട്ടായ്മയിലുള്ള മദ്യാസക്തരെയും അതുപോലെ തന്നെ ഞാൻ കാണണം, അതുപോലെ എനിക്ക് കാണാൻ സാധിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് എന്നിൽ വളർത്തിയെടുക്കേണ്ടത്. ബാക്കിയുള്ളതൊക്കെ അതാത് സിറ്റുവേഷൻ അനുസരിച്ച്, അതാത് കാര്യങ്ങൾ അനുസരിച്ച് സംഗതികൾ നടന്നോളും. നമുക്കൊരു PI വർക്ക് ചെയ്യണമെങ്കിൽ ഇതേപോലുള്ള ഒരു മാനസികാവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് PI വർക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ അതിൽ ഒരു കോംപ്ലസന്റ് ആയിട്ട് പറയുകയില്ല. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ലത് തന്നെയാണ്. ഞാൻ പണ്ട് ഇവിടെ ഒരു തോട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പറയാറുണ്ട്, അവനവൻ ചെയ്ത പണി അവനവൻ കുറ്റം പറയാൻ പാടില്ല. അപ്പൊ നമ്മളെല്ലാവരും ആൾക്കഹോളിക്സ് അനോണിമസിലുള്ള ആളുകളാണ്. നമ്മൾ ചെയ്യുന്നതെല്ലാം വലിയ വലിയ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിലൊരു കോംപ്ലസൻസ് ഇല്ലാതിരിക്കണം. ഇനിയും
നമ്മൾ ചെയ്യണം, ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് കോംപ്ലസൻസി എന്ന് പറയുന്നത്. മതി, ഇതൊക്കെ മതിയപ്പ, ഇനി ഇത്രയൊക്കെ ചെയ്തില്ല, അതില്ലാതെ നോക്കിയാൽ മതി. ചെയ്യാനുള്ളൊരു വേറൊരു അവസരം കിട്ടുമ്പോൾ അതിനെ മാക്സിമം യൂസ് ചെയ്യും. ചിലപ്പോൾ അവസരം കിട്ടിയെന്നൊന്നും വരില്ല. ഇപ്പോൾ ഞാൻ ഉദാഹരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കേരളത്തിൽ ഒരുപാട് നല്ല നല്ല PI വർക്കുകളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സംഭവിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ കാര്യം തന്നെയാണ്. അവിടെയൊക്കെ ഈ മനോഭാവം നമ്മൾ ഓരോരുത്തർക്കും കൊണ്ടുവരുത്താൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് കുറച്ചുകൂടി വിജയകരമായി എടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല ഇതിൽ കൂടുതലായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ, എന്നെക്കാളും പഴമക്കാരും എന്നെക്കാളും കുറച്ചുകൂടി അനുഭവത്തിലൂടെ നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരും എല്ലാം എനിക്ക് ചുറ്റും കാണാറുണ്ട്. ഞാൻ അവരെയൊക്കെ ഒരു ബഹുമാനത്തോടു കൂടി തന്നെയാണ് ഇന്നും കാണുന്നത്. ഇതിലിപ്പോ പഴമക്കാരെ മാത്രമല്ല, പുതുമക്കാരെയും ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ചില ആളുകളൊക്കെ, പുതിയ ആളുകളൊക്കെ വന്ന് ഒരു മാസത്തിൽ ഇവിടെ പാലക്കാട് സംഭവിക്കുന്നുണ്ട്. ആളുകളുടെ വരവ് കുറവാണെന്നുള്ളത് ഒരു ഭാഗത്തിരിക്കട്ടെ, പക്ഷെ വന്ന ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രോഗ്രാം അവരിൽ പ്രവർത്തിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അതൊരു ദൈവത്തിന്റെ ഒരു ഇടപെടൽ തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പൊ അവിടെയൊക്കെയാണ് ഈ പ്രോഗ്രാം എത്ര മനോഹരമായിട്ടുള്ള, എത്ര കീപ് ഇറ്റ് സിമ്പിൾ എന്നൊക്കെ പറയുന്നതിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാനും ഈ പ്രോഗ്രാമെ ആസ്വദിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിനെ ഒരു ആസ്വാദനമായിട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് ഒരു മോചനം, അല്ലെങ്കിൽ സേവനത്തിലൂടെയുള്ള ഒരു മോചനം എന്നൊക്കെ അതിനെ വിളിക്കാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പൊ ഇന്നൊക്കെ നമ്മൾ കാണുന്ന ഈ സുബോധം. ഓരോരുത്തരും ഇത് പിന്നെ ഓരോ ദിവസം കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ സുബോധം, ഈ സമയം, ഈ നിങ്ങളോട് ഞാൻ ഇത് സംസാരിക്കുമ്പോൾ എൻ്റെ മാനസികാവസ്ഥയിലുള്ള സുബോധം ഇതൊക്കെ തന്നെയാണ്. അതിൽ കൂടുതലായിട്ട് എന്താണ് എനിക്കറിയില്ല. അത് തന്നെയാണ്. പക്ഷെ അതില് ഞാൻ സന്തുഷ്ടനാണ്. എല്ലാവരും പറയാറുണ്ട് ഉള്ളത് കൊണ്ട് ഞാൻ സമാധാനമായി ജീവിക്കുന്നു. ഒരുപക്ഷെ ഇതിനെ തന്നെയായിരിക്കും പറയുന്നതെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത്രയും നേരം ഇതിനെക്കുറിച്ച് സംസാരിക്കാനും എൻ്റെ മനസ്സിൽ കൂടി ഈ സന്ദേശത്തെ കടത്തിവിടാനായി ദൈവം എന്നെ അനുഗ്രഹിച്ചതിനും അതിനൊരു സന്ദർഭം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഒരുക്കി തന്ന ജ്വാല മീറ്റിങ്ങിനോടും പ്രത്യേകിച്ച് രാമേട്ടനോടും. രാമേട്ടനൊക്കെ എന്നെക്കാളും പഴമക്കാരനാണ്. ഞാൻ അദ്ദേഹത്തെ അതിൻ്റെതായിട്ടുള്ള ഇപ്പൊ അടുത്ത് കാണാൻ സാധിച്ചു, പാലക്കാട് വെച്ച് കാണാൻ സാധിച്ചു. ചുരുങ്ങി കുറച്ചു നേരം സംസാരിക്കാൻ പറ്റി. എന്നിരുന്നാലും വളരെ സന്തോഷമുണ്ട്. അങ്ങനെയൊക്കെ ആ രീതിയിലൊക്കെ ഈ പ്രോഗ്രാമിനെ കാണാനും. ഇപ്പൊ നമുക്ക് ഈ അടുത്ത് നടന്ന എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ, പാലക്കാട് നടന്ന ഒരു 3 ഗ്രൂപ്പുകളുടെ വാർഷികം, തീർച്ചയായിട്ടും അതൊക്കെ ഈ പറയുന്ന വിഷയവുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. സേവനത്തിലൂടെ സുബോധം എന്നുവെച്ചാല് പാലക്കാട് അങ്ങനെയാണ്. ദൈവത്തിന്റെ ഒരു വില്ല് അങ്ങനെയാണ്, ഗോഡ്സ് വില്ല്. ഇവിടുത്തെ ഈ വാർഷികം ഈ രീതിയിൽ എല്ലാ കൊല്ലവും വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പാലക്കാടിലുള്ള ആളുകൾക്ക്, മെമ്പേഴ്സിന് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് പാലക്കാടുള്ള ആളുകൾക്ക് മാത്രമല്ല, കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളം ആളുകൾ, ഇവിടെ വരുന്ന ആളുകൾക്കും അത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതും ഇതിന്റെ ഒരു തന്നെയാണ് പറയുന്ന ഈ സേവനത്തിലൂടെയുള്ള ബോധം. അത് ആസ്വദിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ഞാനും കണ്ടത്. അപ്പോൾ അതൊക്കെ ഇന്ന് ഇതുപോലെ ഷെയർ ചെയ്യാനും പങ്കുവയ്ക്കാനും നല്ല രീതിയിൽ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ എന്നെ സഹായിച്ച നിങ്ങൾ ഓരോരുത്തരോടും, ആൽക്കഹോളിക്സ് അനോണിമസിലുള്ള ഓരോരുത്തരോടും, ബോബ് ബില്ല് തൊട്ടിട്ടുള്ള ഇതിന്റെ കോഫൗണ്ടേഴ്സ് തൊട്ടിട്ട്, അതിന് ഒരുപാട് പേര്, ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിൽ ഒരുപാട് പേരുണ്ട്. അതിന്റെ ചിലവരുടെ പേരൊന്നും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള എല്ലാ ആളുകളോടും
ഞാൻ നന്ദിയുള്ളവനാണ്, കടപ്പെട്ടവനാണ്. വെറുതെ വാക്കുകളാൽ പറയുകയല്ല, ഇത്രയും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം. എനിക്കുണ്ടായിട്ടുള്ള അനുഭവം, എനിക്ക് ഏയിൽ ഇത്രയും കാലം ഉണ്ടായിട്ടുള്ള അനുഭവം, അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ പറയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഒരു ഇതിന്റെ ഒരു രത്ന ചുരുക്കം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയതിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, തീർച്ചയായിട്ടും മോചനവും സേവനവും ഇത് രണ്ടും വളരെ ഇഴുകിച്ചേർന്ന് പോകുന്ന ഒരു കാര്യം. ഒന്നില്ലാതെ മറ്റൊന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല, ഞാൻ അങ്ങനെ പറയാവുന്നത് പോലും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആ ഫ്ലോയിൽ പറയുകയാണ്. അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെ ആവാനേ സാധ്യതയുള്ളൂ. വളരെ ഇഴുകിച്ചേർന്ന് പോകേണ്ട ഒരു സേവനം ഉണ്ടെങ്കിലേ മോചനം ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. അങ്ങനെ അല്ല ഞാൻ വിശ്വസിച്ചിരുന്നത്, അതും എനിക്കറിയാം. പക്ഷെ ഇന്ന് ഞാൻ പറയാണ്, സേവനം ഉണ്ടെങ്കിൽ മാത്രമേ മോചനം പൂർണ്ണതയാവുള്ളൂ. അങ്ങനെ ആ കിട്ടുന്ന സുബോധമാണ് കുറച്ചുകൂടി മേന്മയുള്ള സുബോധം. അല്ലാതെ സുബോധം എന്ന് പറയുന്നത് വെറുതെ കുടിക്കാതിരിക്കൽ മാത്രമല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അങ്ങനെ തന്നെയാണ് എയിലുള്ള ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. എന്തായാലും ഈ കിട്ടിയതൊക്കെ എനിക്ക് നിങ്ങൾ എല്ലാവരും പറഞ്ഞു തന്നത് തന്നെയാണ്. ഞാൻ എന്നിലൂടെ ഒന്ന് റിഫ്ലക്ട് ചെയ്തു എന്ന് മാത്രം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഷെയറിങ് അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നേരം എന്നെ കേട്ട നിങ്ങൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, രാമേട്ടനോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്താണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു ലക്ഷ്മണേട്ടാ, ഇത്ര നേരം ഞങ്ങളോട് ഒത്തായിരുന്നുകൊണ്ട് സുബോധം സേവനത്തിലൂടെ എന്ന വിഷയത്തെ അധികരിച്ച് സ്വന്തം അനുഭവത്തിലൂടെ മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യങ്ങൾ